ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു മാസത്തെ, അതായത് ഫെബ്രുവരി 2022 ട്രേഡിംഗ് വഴി എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, കൂടാതെ ഞാൻ ട്രേഡ് ചെയ്തത് ഏതൊക്കെ തരം ട്രേഡിംഗാണ് ഞാൻ ചെയ്തത്, അതിൻ്റെ ലോജിക്ക് എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അതിനാദ്യം നമ്മൾ keystone.upstox എന്നൊരു വെബ്സൈറ്റിൽ പോകണം. കാരണം ഞാൻ അപ്സ്റ്റോക്സ് എന്നൊരു ഡിമാറ്റ് അക്കൗണ്ട് വഴിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, ലെഡ്ജറും പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? keystone.upstox എന്ന വെബ്സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു പേജ് വരും. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാസത്തെ പ്രോഫിറ്റ് ചെക്ക് ചെയ്യാം. പ്രോഫിറ്റും സർവീസ് ചാർജും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് ഡേറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഗെറ്റ് റിപ്പോർട്ട് അടിച്ചാൽ മതി. ഗെറ്റ് റിപ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് അവിടെ വരും. ഇത് ഇക്വിറ്റിയിലാണ്. ഇക്വിറ്റി ഞാൻ ട്രേഡ് ചെയ്യാറില്ല സ്റ്റോക്കിൽ. കാണില്ലേ, പ്രോഫിറ്റ് 1 രൂപ എന്ന് കാണിച്ചില്ലേ? അതെന്തോ എക്സാമ്പിൾ ഞാൻ ആർക്കോ ചെയ്ത് കാണിച്ചു കൊടുത്തത് അതുകൊണ്ടാണ് ഞാൻ അതിൽ ചെയ്യാറില്ല. ഞാൻ ഓപ്ഷൻസിലാണ് ചെയ്യാറില്ല. അപ്പോൾ ഇക്വിറ്റി മാറ്റിയിട്ട് നമ്മളവിടെ ഓപ്ഷൻസ് സെർച്ച് ചെയ്യുക. ഓപ്ഷൻസ് സെർച്ച് ചെയ്തതിന് ശേഷം ഗെറ്റ് റിപ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം. ഓക്കെ, കണ്ടോ? ടോട്ടൽ പ്രോഫിറ്റ് എത്ര? 1,04,000 അല്ലേ? അതിൽ 15,000 എന്തായി സർവീസ് ചാർജ് ആയിട്ട് പോയിട്ടുണ്ട്. ബാക്കി 88,000, ഓൾമോസ്റ്റ് 89,000 റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു താഴേക്ക് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കാണാം നമ്മൾ ഏതൊക്കെ ട്രേഡുകളാണ് എടുത്തത്, ഏതൊക്കെ അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എത്രയാണ്, എത്രയിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്, എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. ഈ ഒരു മാസം എന്നല്ല, ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങും ഓപ്ഷൻ ബൈയിങ്ങും മാത്രമാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ഓപ്ഷൻ ബൈയിങ്ങിൽ ഈ ഒരു മാസത്തിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 60,000 എനിക്ക് ഓപ്ഷൻ ബൈയിങ്ങിലൂടെ കിട്ടിയ പ്രോഫിറ്റാണ്. ഒരു 40,000 ഓപ്ഷൻ സെല്ലിങ്, കറക്റ്റ് കണക്കല്ല, ഏകദേശം ആ റേഞ്ചിലാണ് കിട്ടിയത്. അതായത് ഓപ്ഷൻ ബൈയിങ്ങിലും ഓപ്ഷൻ സെല്ലിങ്ങിലും കൂടെ ആയിട്ട് അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. 4 lakh ക്യാപിറ്റൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ എനിക്കുള്ളത്. അത് ഒരു 88,000 പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എബോവ് 20% എബോവ് ആയി അല്ലേ? നമുക്ക് എല്ലാ മാസവും ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില മാസം നമുക്ക് 5% ആയിരിക്കും, ചില മാസം 10%. ഒരു ആവറേജ് ഒരു ഇയർലി നോക്കുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി ഒരു 10% എല്ലാം ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എൻ്റെ ഒരു ബാക്ക് ടെസ്റ്റഡ് റിസൾട്ട് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ മാസവും ഇങ്ങനെ 20 കിട്ടണമെന്നില്ല. ഒരു ആവറേജ് നമുക്ക് ഒരു 10 ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സ്ട്രാറ്റജികളുണ്ട്. എൻ്റെ ഓപ്ഷൻ ബൈയിങ്ങിലായാലും ഓപ്ഷൻ സെല്ലിങ്ങിലായാലും കുറച്ച് സ്ട്രാറ്റജികളും കുറച്ച് സെറ്റപ്പുകളുണ്ട്. ആ ഒരു സെറ്റപ്പ് കറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് എടുക്കും. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യും, ടാർഗറ്റ് എല്ലാം സെറ്റ് ചെയ്യും. അതിനൊരു ഡിസിപ്ലിൻ എല്ലാം കീപ്പ് ചെയ്തിട്ട് റിസ്ക് റിവാർഡും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ എൻട്രികളെല്ലാം എടുക്കാറുള്ളത്. ഓക്കെ, നിങ്ങൾക്കും ഈ ഒരു ഓപ്ഷൻസിനെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. കാരണം ഞാൻ ഈ ഓപ്ഷൻസിലേക്ക് മാറാൻ കാരണം ഇപ്പോൾ ഈ ഒരു ക്രാഷൊക്കെ വന്ന സമയങ്ങളിൽ ഈ മാസങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ ലോസാണ്. പക്ഷെ നമ്മൾ മാർക്കറ്റിൻ്റെ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് ആ ഡയറക്ഷൻ അനുസരിച്ച് ട്രേഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, അങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സെറ്റപ്പും ലോജിക്കും എൻ്റെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ ക്ലാസ്സുകളെല്ലാം പറഞ്ഞുതരാം. അതിന് നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള അപ്സ്റ്റോക്സ് എന്ന അക്കൗണ്ട് വഴി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അങ്ങനെ ഓപ്പൺ ചെയ്തവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് എൻ്റെ എല്ലാ ക്ലാസ്സുകളും എൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അല്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്നെ കോൺടാക്ട് ചെയ്താലും മതി. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഞാൻ എൻ്റെ ഈ ഒരു ക്ലാസ്സും അതിൻ്റെ സ്ട്രാറ്റജികളും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്